ജാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ജാസ് വ്ളോഗ്സിൽ എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണി. 2.5 കിലോഗ്രാം ബിരിയാണിയാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത്. 1 കിലോഗ്രാം ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. കൊഴുപ്പെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കിയ മട്ടനാണിത്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല തേച്ച മട്ടൻ കുക്കറിലേക്ക് മാറ്റാം. 2 വിസിൽ വന്നതിന് ശേഷം ചുരുക്കി 2 വിസിൽ കൂടെ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ചോറുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തത് ജീരകശാല അരിയാണ്. ഇതൊരു 2, 3, 4 തവണ നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വയ്ക്കാം. ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ മട്ടൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഞാൻ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ചേർക്കാം. ഇതിലേക്ക് ചെറുതായി കനം കുറഞ്ഞരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റും. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളർ ആവണം, അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ തീ അതിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം അത് വയ്ക്കാൻ. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തു. അത് ക്യാമറയിൽ എനിക്ക് ചേർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. അത് നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം വേണം പിന്നെ തക്കാളി വേവിച്ചെടുക്കാൻ. എന്നാലാണ് തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വേവിച്ച് വെച്ച മട്ടൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം മാറ്റിയിട്ട് മട്ടൻ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. വെള്ളം മുഴുവനായിട്ട് ഞാൻ ചേർത്തില്ല. ഒരു അര ഗ്ലാസോളം അതിൻ്റെ സ്റ്റോക്ക് മാത്രമാണ് ഞാൻ ഒഴിച്ചത്. കാരണം ഒരു മസാല ഒരു വെള്ളം പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയ കാരണം തന്നെ നമ്മുടെ മസാല ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രൈ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ചേർത്തു. സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ ഞാൻ അതിലേക്ക് ചേർത്തു. പുളിയുടെ അനുസരിച്ച് വേണം ചെറുനാരങ്ങ ചേർക്കാൻ. എന്നിട്ട് ഞാനിതിലേക്ക് മല്ലിയില, പുതിനയില ഇവ ചേർത്ത് കൊടുത്തു. പുതിനയില എൻ്റെ കയ്യിൽ കിട്ടിയത് ചെറിയ ഇലയായ കാരണം ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്തത്, അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിനയും മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ മുകളിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഇവയെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് വെക്കുന്നത്. അപ്പോൾ ആ ഇരട്ടി വെള്ളം വെക്കുമ്പോൾ നമ്മളെപ്പോഴും അതൊന്ന് കുറച്ച് വേണം വെക്കാൻ. അതായത് 10 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 20 ഗ്ലാസ് വെള്ളത്തിന് പകരം ഒരു 18 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഇതിന് ശേഷം ഞാനൊരു ചട്ടി ചൂടായി അതിലേക്ക് എണ്ണയൊഴിച്ച് ഒരു സ്പൂണ് നെയ്യും ചേർത്തു. ചൂടായ എണ്ണയിലേക്ക് കറുവപ്പട്ട, പെരുംജീരകം, ഏലക്ക, കുരുമുളക്, തക്കോലം ഇത്രയും ചേർത്ത് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം ചേർത്ത് കൊടുത്തു. അത് നന്നായി വാടി വരുമൊന്നും വേണ്ട. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഊറ്റി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലത്തെ വെള്ളമയം പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അളന്ന് വെച്ച വെള്ളത്തിൽ നിന്ന് 2 ഗ്ലാസ് മാറ്റി ആ 2 ഗ്ലാസ് വെള്ളത്തിന് പകരം ഞാൻ മട്ടൻ്റെ സ്റ്റോക്കാണ്, നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ്റെ സ്റ്റോക്കാണ് ഞാൻ ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് തിളക്കുന്നത് വരെ നന്നായിട്ട് തീ കൂട്ടി വെക്കണം. തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു. തിളച്ചതിന് ശേഷമാണ് ഞാൻ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത്. ഇനി ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയതിന് ശേഷം വീണ്ടും അത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു വലിയ ഉള്ളി എല്ലാം ഞാൻ വറുത്ത് കോരി ഇനി ഞാൻ ദമ്മിടാൻ പോവുകയാണ്. അതിനായി ഞാൻ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദമ്മിടാൻ പോണത്. പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുത്തു. അതിലേക്ക് ആദ്യം മസാല ചേർത്ത് കൊടുത്തു. ഞാൻ മുഴുവൻ മസാലയും ഇതിലേക്ക് അടിഭാഗത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 ലെയറായിട്ടാണ് ദം ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ആദ്യം കുറച്ച് ചോറിടുക. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില, പുതിനയില, പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, വെല്ലുള്ളി ഇവയെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം നെയ്യും ഗരം മസാലയും കൂടി വിതറി കൊടുക്കാം. ലാസ്റ്റ് ലെയറും ഇനി ഇതേപോലെ തന്നെ ആദ്യം ചോറ് ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയില, പുതിനയില, വറുത്ത് വെച്ചത്, ഗരം മസാല, നെയ്യ് ഇവയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റുള്ള മൂടി കൊണ്ട് മൂടുകയോ അതല്ലെങ്കിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചോ അതല്ലെങ്കിൽ മുകളിൽ കനലിട്ടൊക്കെ ദം ചെയ്തെടുക്കാം. അങ്ങനെ മട്ടൻ ബിരിയാണി റെഡിയായി. ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ താങ്ക് യു.